ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല. അണുബാധ വൃക്കയിലേക്കും ബാധിച്ചിട്ടുണ്ടെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. വത്തിക്കാനിലെ ജെമില്ലി ആശുപത്രിയിൽ നിന്ന് മീഡിയ വണ്ണിനു വേണ്ടി ബ്രദർ ജോ ബെൻ അലോഹിം തയ്യാറാക്കിയ റിപ്പോർട്ട്. ഇന്നലെ വൈകുന്നേരം പുറപ്പെടുവിച്ച മെഡിക്കൽ ബുള്ളറ്റിൻ പ്രകാരം ശനിയാഴ്ച മുതൽ അദ്ദേഹത്തിന് ശ്വസന സംബന്ധമായ പ്രതിസന്ധി ഉണ്ടായിട്ടില്ല എന്നും നമ്മൾ മനസ്സിലാക്കുന്നു. എങ്കിലും അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ആശങ്കാജനകം തന്നെയാണ്. ഇപ്പോഴും അപകടനില അദ്ദേഹം തരണം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് രക്തത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് 2 യൂണിറ്റ് രക്തം അദ്ദേഹത്തിന് നൽകി എന്ന് ആശുപത്രി വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ശ്വസനം സുഗമമാക്കുന്നതിന് വേണ്ടി ഓക്സിജൻ സപ്പോർട്ടിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം ഉള്ളത്. എങ്കിലും അദ്ദേഹം സന്തോഷവാനാണെന്നും അതുപോലെ തന്നെ ഈ ദിവസങ്ങളിലൊക്കെ അദ്ദേഹം പരിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നും വത്തിക്കാൻ ഔദ്യോഗികമായി അറിയിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്നലെ ഞായറാഴ്ച അദ്ദേഹം ആശുപത്രിയിലെ തന്നെ പരിചരിക്കുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ നഴ്സസും ഉൾപ്പെടെയുള്ള തന്നെ പരിചരിക്കുന്നവരോടൊപ്പം ആശുപത്രിയിലെ തൻ്റെ മുറിയിൽ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു എന്നുള്ള വാർത്തയും വത്തിക്കാൻ പുറപ്പെടുവിച്ചു. ലോകം മുഴുവൻ അദ്ദേഹം ആരോഗ്യത്തോടെ വത്തിക്കാനിലേക്ക് തൻ്റെ താമസ സ്ഥലമായ കാസ സാന്ത മാർത്തയിലേക്ക് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ്. റോമിലുള്ള ജെമില്ലി ആശുപത്രിയുടെ മുൻഭാഗത്ത് നടുവിലായി ഉള്ള പരിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പായുടെ തിരുസ്വരൂപത്തിന് മുമ്പിൽ തിരികൾ കത്തിച്ചും തങ്ങളുടെ സ്നേഹപുഷ്പങ്ങൾ സമർപ്പിച്ചും കുട്ടികളും മുതിർന്നവരും വൈദികരും സന്യസ്തരും ഉൾപ്പെടെയുള്ളവർ എപ്പോഴും ജപമാല ചൊല്ലിയും മറ്റ് പ്രാർത്ഥനകൾ അനുഷ്ഠിച്ചും അവിടെ ത്യാഗപൂർവ്വം കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. റോമിൽ നിന്ന് ബ്രദർ ജോ ബെൻ എലോഹിം.